കരയല്ലേ സുമി. ഭർത്താവ് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഭാര്യ സന്തോഷത്തോടു കൂടി വേണ്ട യാത്ര അയക്കാൻ. എന്നാലും ചേട്ടൻ ഇത്ര പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയല്ലോ. മനുഷ്യൻ സാഹചര്യത്തിനടിമയല്ലേ സുമി. പെട്ടിയെടുക്കട്ടെ, കണ്ണോടയ്ക്ക്. ആത്മസംയമനം പാലിക്കൂ സുമി. ദിവസവും 2 നേരം ഞാൻ നിനക്ക് കത്തെഴുതും. എന്താ അളിയ എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലുള്ള ഒരാളല്ല ഞാൻ. ജീവിതകാലം മുഴുവൻ ഭാര്യ വീട്ടിൽ കഴിയാൻ എനിക്കാവില്ലളിയ, ആവില്ല. അനശ്വര സിംഫണികൾ തയ്യാറാക്കാൻ സംഗീത സ്നേഹികളായ സായിപ്പന്മാർ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുവരെ ഡെറാഡൂണിലെ ഒരു സംഗീത അക്കാദമിയിലേക്ക് അധ്യാപകനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് എന്റെ ഒരേ ഒരു അമ്മാവൻ. എന്റെ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഗിരിജയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇല്ലമ്മേ, ഇനിയും ഞാനിവിടെ നിന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്നും എന്നോട് ദേഷ്യപ്പെടാറുള്ള എന്റെ ഏട്ടൻ എന്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. ചിരിക്കില്ലേ ചേട്ടാ? നല്ല ചന്ത, തൃപ്തിയായി. ലാലുട്ടി, പോകുന്നതിന് മുമ്പ് നിന്റെ ആ സ്വരമാതിരി അവസാനമായി എനിക്കൊന്ന് കേൾക്കണം. നീലചന്ദ്രീംരി ജൂം സന്നാന അമ്മേ, നീലചന്ദ്രീംരി ജൂം സന്നാന, നീലചന്ദ്രീംരി ജൂം സന്നാന, ജൂം സന്നാന, എന്റെ നീലചന്ദ്രീ. അയ്യോ, എന്നെ പൊക്കി. അയ്യോ, അളിയത് എവിടെ പോകുന്നു? ലോസികാരത്തെ ആള് വന്നിരിക്കുന്നു. ഞാൻ പാസ്പോർട്ട് എടുക്കാൻ മറന്നു. അളിയോ, അളിയ നിന്നേ. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയില്ല. എനിക്കറിയോ, അവരോട് ചോദിക്കണം. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഞാൻ ഈ താലിയുടെ അല്ല ഈ കല്ലിന്റെ മാറ്റം തുറച്ചു നോക്കായിരുന്നു. ഈ കല്ല് മുക്കാണോ? വന്ന് നിങ്ങൾക്ക് ഇപ്പൊ എന്റെ താലി വിശ്വാസം ഇല്ലാതായോ? അയ്യോ, എനിക്ക് വിശ്വാസമില്ലാതെ ഭാമേ. പോലീസുകാർക്ക് വിശ്വാസമില്ലാതെ അയലോ ഒന്ന് പേടിച്ചിട്ടാ. അനിയന് പറ്റിയതുപോലെ എനിക്ക് പറ്റരുതല്ലോ. അയ്യോ, ലൈറ്റ് പിടിച്ചു പിടിച്ചു. അയ്യോ അയ്യോ, എന്നെ കൊല്ലില്ലേ. മനസ്സിലായില്ലേ? മനസ്സിലായിട്ട് തന്നെ തന്നത്. തലേക്കൂടെ മുണ്ടിട്ട് ആളറിയത്തില്ലെന്ന് വിചാരിച്ചു. മഴ കാരണമാണ്. കാരണമൊന്നും പറയണ്ട. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഈ വീട്ടിലുള്ളവർ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് വരെ ഒരു പോലീസുകാരൻ ഇവിടെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല. മാനവും മര്യാദക്ക് ജീവിക്കുന്നവരാ ഇവിടെ. മാനവും മര്യാദ ഇവിടെ ആർക്കാ മാനവും മര്യാദ ഉള്ളത് എനിക്ക് ഇപ്പൊ അറിയണം. ഡേറാഡൂണിന്ന് എപ്പോ വന്നിയാ? ചേട്ടാ, പാമ്പ് കടിച്ചു എന്റെ വായി പാഷാണം കലക്കി ഒഴിക്കല്ലേ. എല്ലാത്തിനും ഈ തള്ള ഒരുത്തിയാണ് കാരണം. സ്ത്രീധനമായിട്ട് എനിക്ക് മുക്ക് കൊണ്ടോടെ വന്നല്ലേ. എന്റെ തള്ളയല്ല, ചേട്ടന്റെ തള്ളയെ തെറ്റുകാരി. കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ 10 പവന്റെ ആഭരണമില്ലാതെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഞാനാ മുക്കുകൊണ്ട വാങ്ങിയിട്ടത്. സുമി, എല്ലാം ചേട്ടനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. സുമി, ഇനി അധികകാലം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല. അത്രയ്ക്കും വേണ്ടി കിട്ടി. എന്റെ സിംഫണിയും പൊട്ടി. ഇതെടുത്ത് വെട്ട്. ഞാൻ എന്തിട്ട് കളി കളിക്കുന്നത്? ഞാൻ ഇപ്പൊ പോകുന്ന കാര്യം പറയുക. ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? എന്ത് കളിയാണ് കളിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലേ പറ്റി? എന്താണ് നിങ്ങളോടാ ചോദിച്ചത്? വാരിക്കുഴി വീട്. വാരിക്കുഴിയിലെ അറിയാമോ? ആരെ കാണാനാ? അങ്ങനെയൊന്നുമില്ല, എല്ലാരെയും കാണണം. മാലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വല്ലവരായിരിക്കൂ.
ഒന്ന് ചോദിച്ചു കളയാ. ആ മാല വിറ്റിട്ട് അതെങ്ങനെ മനസ്സിലായി? നാളെ കണ്ടറിഞ്ഞൂടെ? ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വളവാണ്. അവിടെ വയലിന്റെ കരക്കിരിക്കുന്ന ആദ്യത്തെ വീടാണ് വാരിക്കുഴിയിലെ വീട്. നിങ്ങൾ അന്വേഷിക്കുന്ന പാർട്ടി അവിടെ ഉണ്ട്. വേഗം ചെന്നാ പിടികൂടാ. നല്ലായിക്കോട്ടെ, കാണാം. പിന്നെ ഞാൻ കൂടെ വരാം. കയറിക്കോളൂ. അല്ലെങ്കിൽ വേണ്ട. ലാലിച്ച, ഇന്നോടെ നീ പുറത്തും ഞാൻ അകത്തും. ഇന്ന് നിന്റെ ചീ 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 ചീ. കല്യാണിക്കുട്ടി അമ്മ. ഞാനാ. ഇത് മകനാ അശോകൻ. നിങ്ങളാരാ മനസ്സിലായില്ല? പറയാം. കേറിയിരിക്കാൻ ആരും പറയാത്ത എന്താ? കയറിയിരിക്കാം. ഇരിക്കൂ. അമ്മ ഇരിക്കൂ, ഇരിക്കൂ. വരാം സാർ, വരണം 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 വരണം. നമ്മളെയല്ലേ വഴി വെച്ച്? അതെ, ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കുറുക്ക് വഴി കൂടെ എത്തി. വണ്ടി കറങ്ങിയല്ലേ വരുന്നത്. ഞാൻ അഡ്വക്കേറ്റ് ഭരതൻ. ഓ, അപ്പൊ കേസുമായോ? നന്നായി. ആളിവിടെ ഉണ്ട്, ഉറക്കവാ. കയ്യോടെ പിടിക്കാം. പോലീസുകാരെ വെട്ടിച്ച് കിടക്കാം. ഒന്ന് പാടും. പോലീസോ? അതെ, പോലീസ്. ഇയാൾ ആരാ? ഞാൻ കല്യാൺകുട്ടിയമ്മയുടെ മൂത്ത മകളുടെ മൂത്ത ഭർത്താവാ. സാർ ക്ഷമിക്കണം, അളിയൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ. മാല മാറിപ്പോയി. സ്വന്തം ഭാര്യയുടെ മാല തന്നെയാ, അല്ലാതെ മോഷിച്ചൊന്നുമല്ല. മോഷിച്ചാണോ മാറിപ്പോയതാണോ എന്നല്ല പ്രശ്നം. സ്വർണ്ണമാണെന്ന് പറഞ്ഞ് മുക്കുവണ്ട കൊണ്ട് വിൽക്കാന്ന് പറഞ്ഞ വിശ്വാസവഞ്ചനല്ലേ? ഇത്തരം കേസിന് കുറഞ്ഞത് 6 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും, അല്ലേ വക്കീൽ സാർ? എന്റെ പൊന്ന് സാറേ, എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അറിയാതെ ചെയ്തു പോയതാ, ജയിലിലിടരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത്. ഇയാളെ അമ്മയ്ക്ക് മനസ്സിലായത് നോക്കണം. ഇത് നമ്മുടെ വീരപ്പനല്ലേ? അല്ലേ? ഇല്ല, എവിടെയോ കണ്ടുമറന്ന മുഖം. എന്നാ ഇതൊന്ന് നോക്കൂ. ഗിരിജയ്ക്ക് ഇനി വല്ല വിവാഹാലോചനയുമായി വന്നതാണോ? ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നത്. ആരാണെന്ന് പറ സാറേ. ഇതെന്താ ക്വിസ് മത്സരം? അയ്യോ, ഇതെന്റെ വാസുകുട്ടിയല്ലേ? എവിടെയവൻ? ഇപ്പോഴെങ്കിലും എന്നെ ഒന്നൊന്ന് കാണാൻ തോന്നിയല്ലോ. വിളിക്കവനെ, ഞാനൊന്ന് കാണട്ടെ. അമ്മേ, അമ്മയുടെ സഹോദരൻ ഇനി വിളിച്ചാ വരില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ വിധി ഒന്നിനും സമ്മതിച്ചില്ല. പെട്ടെന്നായിരുന്നു എല്ലാം. എന്റെ വാസുകുട്ടി. വരൂ.